നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ നിർണായകമായ ഇടപെടലുമായി ഹൈക്കോടതി. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതിയുടെ വിധി. കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൽ ലിമിറ്റഡ് കമ്പനിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. ഇഡിക്ക് ആശ്വാസകരമാകുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതോടെ മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ഇഡിയുടെ അന്വേഷണം തുടരും. കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ പ്രതിഭാഗത്തിനുണ്ടായിരിക്കുന്നത്. ഇഡി അയച്ച സമൻസുകൾ ചോദ്യം ചെയ്തും അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് CMRL കോടതിയെ സമീപിച്ചത്. പക്ഷേ അന്വേഷണത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. നേരത്തെ ഇതേ കേസിൽ ചില ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കർശന നടപടികൾ കോടതി തടഞ്ഞിരുന്നു. പുതിയ ഉത്തരവോടെ ഈ തടസ്സവും നീങ്ങും. കമ്പനി ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ഹാജരാകണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിധി വന്നതോടെ CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ഇഡി വീണ്ടും സമൻസ് അയക്കും. വരും ദിവസങ്ങളിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമോ എന്ന ഒരു കാര്യവും എന്ന ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. IT സേവനങ്ങൾ നൽകാതെ തന്നെ CMRL കമ്പനി വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് 1 കോടി രൂപ നൽകിയത് എന്തിനാണെന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ പണം കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമാണോ എന്നും രാഷ്ട്രീയ സ്വാധീനം ഇതിന് പിന്നിലുണ്ടോ എന്നും ഇഡിയുടെ സംശയം. ഇതൊരു സാധാരണ ബിസിനസ് കരാറാണെന്നും SFIO കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അതിനാൽ ഇഡിയുടെ സമാന്തര അന്വേഷണം ആവശ്യമില്ല എന്നുമാണ് കമ്പനി കോടതിയിൽ വാദിച്ചത്. പക്ഷേ കോടതി ഈ വാദം അംഗീകരിച്ചില്ല. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ പണത്തിന്റെ ഉറവിടം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് പണം കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് ഇഡി കരുതുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും കരിമണൽ കമ്പനിയുമായ CMRLനും വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇഡി അന്വേഷണം റദ്ദാക്കണമെന്ന CMRLന്റെയും ഉദ്യോഗസ്ഥരുടെ ആവശ്യമാണ് ഹൈക്കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുന്നത്. ഇഡി അന്വേഷണത്തിന് നിലവിലുണ്ടായിരുന്ന സ്റ്റേ ഇതോടെ നീങ്ങിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ CMRL ഉദ്യോഗസ്ഥർക്കും വീണ വിജയനും കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകേണ്ടി വരുന്ന സാഹചര്യം ഒരുങ്ങുമോ എന്നതാണ് ചോദ്യം. കൈക്കൂലി, നികുതി വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് CMRL കമ്പനിക്കെതിരെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് കരിമണൽ കമ്പനി വൻ തുകകൾ നിയമവിരുദ്ധമായി നൽകിയെന്നാണ് പ്രധാന കണ്ടെത്തൽ. യാതൊരുവിധ സേവനവും നൽകാതെ മാസപ്പടിയായി കോടികൾ കൈപ്പറ്റിയെന്ന ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ മുൻ കണ്ടെത്തലുകളാണ് ഇഡി അന്വേഷണത്തിന്റെ അടിത്തറ. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ കേസുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ കേസിൽ സ്റ്റേ ഉണ്ട്. ഇത് വീണ വിജയന് ആശ്വാസമായി മാറിയിരുന്നു. എന്തായാലും പുതിയ നീക്കങ്ങൾ അത് എത്തരത്തിലാണ് CMRLനെയും വീണ വിജയനെയും ഒക്കെ ബാധിക്കുക എന്ന ചോദ്യമാണ് നിലവിൽ ബാക്കിയാവുന്നത്. നേരത്തെ സാമ്പത്തിക ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട നിരവധി ഹർജികൾ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും സാങ്കേതിക കാരണങ്ങളാൽ തള്ളിയിരുന്നു. പക്ഷേ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനേക്കാൾ ഈ കോടികളുടെ കൈമാറ്റത്തിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ ലംഘനമുണ്ടെന്ന വിലയിരുത്തലാണ് ഇഡി കേസുമായി മുന്നോട്ട് പോയത്. ഇഡിക്ക് പുറമെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസിൽ സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം, അതായത് നേരിട്ട് അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് CMRL കമ്പനിയും അതിന്റെ 4 മുൻനിര ഉദ്യോഗസ്ഥരും ഇഡി നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇഡി സമൻസുകൾ അയക്കുന്നത് തടയാനും കേസ് നടപടികൾ മരവിപ്പിക്കാനുമായിരുന്നു കമ്പനിയുടെ നീക്കം. എന്നാൽ പ്രഥമ ദൃഷ്ട്യാ കേസിൽ കള്ളപ്പണ ഇടപാടുകളുടെ ലക്ഷണങ്ങളുണ്ടെന്നും അന്വേഷണ ഏജൻസിയുടെ സ്വാഭാവിക നടപടികൾ ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് കോടതി ഹർജികൾ തള്ളിയത്. ഈ കോടതി ഉത്തരവോടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ കമ്പനി ഉയർത്തിയ നിയമപരമായ പ്രതിരോധങ്ങളെല്ലാം തകർന്നടിഞ്ഞിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ വന്നിട്ടുള്ളപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ഇത് രാഷ്ട്രീയമായ ഒരു വേട്ടയാടൽ എന്നായിരുന്നു. അത്തരത്തിലാണ് കേസിനെ പ്രതിരോധിച്ചിരുന്നത്. എന്നാൽ കൃത്യമായ അന്വേഷണം വേണമെന്ന കോടതിയുടെ നിലപാട് ഇടതുപക്ഷത്തെ കൂടുതൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭരണമാറ്റത്തിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യം, പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെയുള്ള ഇഡിയുടെ നീക്കങ്ങൾ, ഇതെല്ലാം എത്തരത്തിൽ ചെന്ന് അവസാനിക്കും? ഈ കേസിന്റെ ഗതി എങ്ങോട്ട് മാറ്റുമെന്ന ചോദ്യവും നിലവിൽ ശക്തമാവുകയാണ്. CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുന്നതോടെ കരിമണൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിലേക്ക് പണം പോയതിന്റെ ഡിജിറ്റൽ തെളിവുകളും കരാറുകളുടെ വ്യാജ സ്വഭാവവും ഇഡിക്ക് കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ട്
അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാടുകളുടെ സ്രോതസ് വ്യക്തമാക്കാൻ കമ്പനി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് സൂചന. വീണ വിജയന് പുറമെ CMRൽ നിന്ന് പണം കൈപ്പറ്റിയ മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്കും വരും ദിവസങ്ങളിൽ ED അന്വേഷണം വ്യാപിപ്പിച്ചേക്കാം. അഴിമതി തുടച്ചു നീക്കുമെന്ന് പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഈ മാസപ്പടി വിവാദത്തിലൂടെ പുറത്തുവന്നതെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. ഒരു IT കമ്പനിയുടെ മറവിൽ നടന്നത് കൃത്യമായ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുള്ള സാമ്പത്തിക ഇടപാടുകളാണെന്ന് സ്ഥാപിക്കാനാണ് EDയും SFIOയും ശ്രമിക്കുന്നത്. വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനവും ഇതിൽ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വീണ വിജയന് ED സമൻസ് അയക്കാനുള്ള സാധ്യതകളും വർദ്ധിക്കുകയാണ്. മുൻപ് പലതവണ ചോദ്യം ചെയ്യലിൽ ഒഴിഞ്ഞുമാറിയ കമ്പനി ഉദ്യോഗസ്ഥർക്ക് ഇനി EDക്ക് മുന്നിൽ കൃത്യമായ രേഖകളുമായി ഹാജരാകേണ്ടി വരും. കേസ് ഡയറിയും സാക്ഷിമൊഴികളും കൃത്യമായി വിശകലനം ചെയ്ത ശേഷമാകും ED അടുത്ത ഘട്ട നടപടിയിലേക്ക് കടക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ഒരു വഴിത്തിരിവായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. SFIO അന്വേഷണത്തിൽ ഇതിനകം തന്നെ പല നിർണായക വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ EDയുടെ കള്ളപ്പണ അന്വേഷണം കൂടി ശക്തമാകുന്നത് എക്സാലോജിക്കിന്റെ പൂട്ടുകൾ പൂർണ്ണമായി തുറക്കാനാകും. പക്ഷേ ഡൽഹി ഹൈക്കോടതിയിലെ വിധി കേസിലേറെ നിർണായകമായി മാറും. എക്സാലോജിക്കിന് 12 സ്ഥാപനങ്ങൾ പണം നൽകിയിട്ടുണ്ടെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തൽ. ഇവയെക്കുറിച്ചും പ്രാഥമിക അന്വേഷണം നടത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചന. ആദ്യപടിയായി ഇടപാട് സംബന്ധിച്ച CMRലെ രേഖകളും തുടർന്ന് ബാങ്ക് ഇടപാടുകളും പരിശോധിക്കും. പണമിടപാടുകൾ കൈകാര്യം ചെയ്ത CMRലെ ഉദ്യോഗസ്ഥരുടെ മൊഴിയും എടുക്കും. യാതൊരു സേവനവും കൈപ്പറ്റാതെയാണ് തുക നൽകിയതെന്ന് വ്യക്തമായാൽ കള്ളപ്പണമെന്ന് കണക്കാക്കി കള്ളപ്പണ ഇടപാട് നിരോധന നിയമപ്രകാരം എക്സാലോജിക്കിലേക്ക് അന്വേഷണം നീളുമെന്നാണ് സൂചന. FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിന് മുന്നോടിയായ പ്രാഥമിക പരിശോധനയാണ് ആദ്യം തുടങ്ങിയത്. ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകുന്നതിന് അധികാരം നൽകുന്ന എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ഫെബ്രുവരി 13 തയ്യാറാക്കിയെങ്കിലും SFIO അന്വേഷണം പൂർത്തിയാകാത്തതിനാൽ തുടർ നടപടി തുടങ്ങിയിരുന്നില്ല. SFIOയുടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ വിശദമായ അന്വേഷണം വൈകുമെന്നാണ് ED നൽകുന്ന സൂചന. ആദായ നികുതി വകുപ്പും SFIOയും നടത്തിയ അന്വേഷണങ്ങളും കൈമാറിയ തുകയ്ക്ക് സേവനം നൽകിയിട്ടില്ലെന്നാണ് കണ്ടെത്തിയത്. എറണാകുളത്തെയും ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണങ്ങളിലും എക്സാലോജിക്കിനെതിരായ കണ്ടെത്തലുകളാണ് ഉണ്ടായത്. ED അന്വേഷണത്തിന് ബംഗളൂരു രജിസ്ട്രാർ ശുപാർശയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് EDക്ക് നിർണായകമായ മറ്റൊരു തീരുമാനം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് CMRL കേസുമായി ബന്ധപ്പെട്ട രേഖകൾ BJP നേതാവ് ഷോൺ ജോർജിന് കൈമാറരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പ്രതികളുടെ പേരടക്കമുള്ള രേഖകൾ ഷോൺ ജോർജിന് കൈമാറുന്നതാണ് ഹൈക്കോടതി തടഞ്ഞത്. രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അഡീഷണൽ സെഷൻസ് കോടതിക്ക് ഉത്തരവ് പറയാമെന്ന് ഹൈക്കോടതി പറഞ്ഞു. എന്നാൽ വിധി അനുകൂലമാണെങ്കിൽ രേഖകൾ കൈമാറുന്നത് ഹൈക്കോടതിയിലെ കേസിന്റെ അന്തിമ തീർപ്പിന് വിധേയമാകണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. മാസപ്പടി കേസിൽ SFIO കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിനൊപ്പം 775 പേജുള്ള കേസ് ഡയറിയും ഹാജരാക്കിയിരുന്നു. ഇതിൽ 3000-ലധികം എൻട്രികളിലായി നിരവധി ആളുകൾ പണം കൈപ്പറ്റിയിട്ടുള്ള വിവരങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഇതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് SFIO കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം പ്രത്യേക കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജിയിൽ വിധി പറയാനിരിക്കെയാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങളുടെ വാദം കേൾക്കാതെയാണ് കോടതി രേഖകൾ കൈമാറണമെന്ന ആവശ്യത്തിൽ വിധി പറയുന്നതെന്നാണ് ഹർജിക്കാർ ആരോപിച്ചത്.